ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് സബ് യൂണിറ്റ് 4-ലെ പാർട്ട് 2 അതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. What is biomedical waste? Any type of waste which is generated during diagnosis, treatment or immunization of human being and animals, research activities for production of drugs, animal waste generated in veterinary hospitals and slaughterhouse. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നതുകൊണ്ട് അതിൽ ഉൾപ്പെടുന്നത് എനി വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓർ ഇമ്മ്യൂണൈസേഷൻ, മനുഷ്യരുടെ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ്, റിസർച്ച് ആക്ടിവിറ്റീസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സ്, മെഡിസിൻസ്, വാക്സിൻ ഉൾപ്പെടെയുള്ള തെറാപ്യൂട്ടിക് മെറ്റീരിയൽസ്, ഡ്രഗ്സും മെഡിസിൻസും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വേസ്റ്റ്. ദെൻ അനിമൽ വേസ്റ്റ് ജനറേറ്റഡ് ഇൻ വെറ്ററിനറി ഹോസ്പിറ്റൽസ് ആൻഡ് സ്ലോട്ടർ ഹൗസ്, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വെറ്ററിനറി മൃഗ ആശുപത്രികളിലും അതുപോലെ തന്നെ അറവുശാലകളിലും ഉണ്ടാകുന്ന വേസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് അതിനാണ് നാം ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. Which are the sources of biomedical waste? ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാകുന്ന സോഴ്സുകൾ ഏതെല്ലാമാണ്? പ്രൈമറി സോഴ്സ്, പ്രാഥമികമായിട്ടുള്ള സോഴ്സുകൾ ഹോസ്പിറ്റൽസ്, നമുക്കറിയാം. ദെൻ ലബോറട്ടറീസ്, മെഡിക്കൽ ലബോറട്ടറികൾ, ബ്ലഡ് ബാങ്ക്സ്, രക്തബാങ്കുകൾ, മോർച്ചറി ആൻഡ് ഓട്ടോപ്സി, മോർച്ചറിയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, അനിമൽ റിസർച്ച് ലബോറട്ടറീസ്, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ റിസർച്ച് ലബോറട്ടറീസ്. ഇത്രയുമാണ് പ്രൈമറി, പ്രാഥമികമായിട്ടുള്ള സോഴ്സുകൾ. ദെൻ സെക്കൻഡറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സിൽ ഉൾപ്പെടുന്നത് സ്മോൾ ക്ലിനിക്സ്, ചെറിയ ഡോക്ടേഴ്സ് നടത്തുന്ന ചെറിയ ക്ലിനിക്കുകൾ, ഡെന്റൽ ക്ലിനിക്സ്, ദന്താശുപത്രികൾ, ഹോം കെയർ, ഒട്ടനവധി രോഗികളെ വീട്ടിൽ നിന്ന് നാം പരിചരിക്കാറുണ്ട്. പാലിയേറ്റീവും അതുപോലെ മറ്റു കിടപ്പ് രോഗികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഹോം കെയറിനുണ്ടാകുന്ന ആ വേസ്റ്റ് മെറ്റീരിയൽസ്. ദെൻ ഫ്യൂണറൽ സർവീസ്, ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ. ദെൻ ആംബുലൻസ് സർവീസ്, ആംബുലൻസിൽ രോഗികളെയും അതുപോലെ മരണപ്പെട്ടവരെയൊക്കെ നാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംബുലൻസുകളിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ. ഉദാഹരണം, ആംബുലൻസിൽ ഉപയോഗിക്കുന്ന ആ ഷീറ്റുകൾ അല്ലെങ്കിൽ ആംബുലൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോട്ടൺ, അങ്ങനെയുള്ള വസ്തുക്കൾ, അതെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടുന്നതാണ്. ദെൻ സ്ലോട്ടർ ഹൗസ്, അറവുശാലകളുടെ ആ മാലിന്യം, അതും ബയോമെഡിക്കൽ വേസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ക്ലാസിഫൈ ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് വർഗീകരിക്കാം, എങ്ങനെ വിവിധ കാറ്റഗറികളായിട്ട് വേർതിരിക്കാം എന്ന് നോക്കാം. ഇൻഫെഷ്യസ് വേസ്റ്റ്. ഇൻഫെഷ്യസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ രോഗബാധ, അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള, മറ്റുള്ളവർക്ക് അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ, ഏതെങ്കിലും രീതിയിലുള്ള അണുക്കളുള്ള ആ വേസ്റ്റിനെയാണ് ഇൻഫെഷ്യസ് വേസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ്, കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ആണ് അതിൽ പെടുന്നത്. അതിൽ ഉൾപ്പെടുന്ന പ്രധാന വസ്തുക്കൾ ഡ്രസ്സിങ്സ്, അതുപോലെ കോട്ടൺ, ഗോസ്, ബെഡിങ്സ്, അങ്ങനെയുള്ള വസ്തുക്കൾ എല്ലാം ഇൻഫെഷ്യസ് മെറ്റീരിയൽസിലാണ് ഉൾപ്പെടുത്തുക. ദെൻ ഷാർപ്സ്, ഷാർപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂർച്ചയേറിയ വസ്തുക്കളാണ് ഷാർപ്പുകൾ നമ്മൾ പറയുക. നീഡിൽസ്, ഇഞ്ചക്ഷനും അതുപോലെ ബ്ലഡ് ഡൊണേഷനും ബ്ലഡ് ടേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നീഡിലുകൾ. ബ്രോക്കൺ ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസ്, സിസേഴ്സ്, ബ്ലേഡ്, അങ്ങനെ മൂർച്ചയേറിയ വസ്തുക്കളെല്ലാമാണ് ഷാർപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ പതോളജിക്കൽ വേസ്റ്റുകൾ. പതോളജിക്കൽ വേസ്റ്റ് അധികം സ്പെസിമെൻസ് ആണ്, ടിഷ്യൂ സ്പെസിമെൻസ്, ബ്ലഡ്, ഫ്ലൂയിഡ്സ്, യൂറിൻ എല്ലാം ഉൾപ്പെടുന്ന, ബോഡി ഫ്ലൂയിഡ്സ്, സ്പ്യൂട്ട് എല്ലാം ഉൾപ്പെടുന്ന അങ്ങനെയുള്ള ആ വേസ്റ്റുകളെയാണ് പതോളജിക്കൽ
എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബയോപ്സിക്ക് വേണ്ടി എടുക്കുന്ന ടിഷ്യൂ, പരിശോധനയ്ക്ക് വേണ്ടി എടുക്കുന്ന ബ്ലഡ്, സ്പ്യൂട്ടം, യൂറിൻ, അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അൺയൂസ്ഡ് ആൻഡ് എക്സ്പയർഡ് മെഡിസിൻ, ഉപയോഗിക്കാത്തതും അതുപോലെ എക്സ്പയർ കഴിഞ്ഞതുമായിട്ടുള്ള മെഡിസിൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ജീനോടോക്സിക്, സൈറ്റോടോക്സിക് ആയിട്ടുള്ള നമ്മളുടെ ടിഷ്യൂവിന് ഡാമേജ് വരുന്ന രീതിയിലുള്ള സൈറ്റോടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസിനെയാണ് ജീനോടോക്സിക് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽസ്, REA, റേഡിയോ ഇമ്മ്യൂണോസയ്ക്കും അതുപോലെ മറ്റ് റേഡിയോളജിക്കൽ എക്സാമിനേഷൻസിന് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ, ഉപയോഗത്തിന് ശേഷം ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ദെൻ കെമിക്കൽ വേസ്റ്റ്, അൺയൂസ്ഡ് കെമിക്കൽസ്, ഒട്ടനവധി കെമിക്കലുകൾ ഹോസ്പിറ്റലുകളിൽ, ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്രകാരം ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ബാക്കി വരുന്നതും അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസിനെയാണ് കെമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന റിയേജൻസ് ഒക്കെ കെമിക്കൽ വേസ്റ്റിലാണ് വരിക. ദെൻ ജനറൽ വേസ്റ്റ്, ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെടാത്ത ഒട്ടനവധി ജനറൽ വേസ്റ്റുകളുണ്ട്. ഇപ്പൊ പേപ്പർ, റാപ്പേഴ്സ്, അതിന്റെ ബോർഡിങ്സ്, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ജനറൽ വേസ്റ്റിലാണ് ഉൾപ്പെടുക. ഇപ്പൊ പ്ലാസ്റ്റിക്, ഇപ്പൊ സിറിഞ്ചിന്റെ ഒക്കെ കവറുകൾ, അതെല്ലാം ജനറൽ വേസ്റ്റിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Which are the steps for biomedical waste management? ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാമാണ് അതിന്റെ സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെഗ്രിഗേഷൻ. സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. ഉണ്ടാകുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, നോൺ ഇൻഫെക്ഷൻസ്, ഷാർപ്പ്, അങ്ങനെ പല രീതിയിലുള്ള വേസ്റ്റുകൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനാവില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെപ്പറേഷൻ ഓഫ് ഡിഫറെന്റ് കാറ്റഗറി. വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ വേർതിരിക്കുക. രണ്ടാമത് കളക്ഷൻ, കളർ കോഡഡ് കണ്ടെയ്നേഴ്സ് ഫോർ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള കണ്ടെയ്നറുകളെയാണ്. ഓരോ തരത്തിലുള്ള വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓരോ നിറങ്ങളുള്ള കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നു. മൂന്നാമത്താണ് സ്റ്റോറേജ്. സ്റ്റോറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പൂട്ടി വെക്കാൻ പറ്റുന്ന, ഹോസ്പിറ്റലിലെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് തടസ്സപ്പെടാത്ത രീതിയിൽ മാറി ഒരു സ്ഥലത്തുള്ള അടച്ചുറപ്പുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുക. അപ്പൊ അത് സ്റ്റോർ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് 24 മണിക്കൂറിൽ കൂടുതൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ആ സ്ഥലത്ത് അതിന്റെ ഉറവിടത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോർ ചെയ്യുമ്പോഴും അത് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ട്രാൻസ്പോർട്ടഡ് ഫോർ ട്രീറ്റ്മെന്റ് ഇൻ സ്പെഷ്യലി ഡിസൈൻഡ് വെഹിക്കിൾസ് ബൈ ട്രെയിൻഡ് പേഴ്സൺസ്. ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് കയറ്റി നമുക്ക് കൊണ്ടുപോകാനായിട്ടാവില്ല. ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, മോഡിഫൈ ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. ആ വെഹിക്കിൾസിൽ ട്രെയിനിങ് കിട്ടിയ ആളുകൾ വേണം. എല്ലാ രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ പ്രിക്കോഷൻസ് എടുത്ത് ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ഈ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, അവസാനത്തെ സ്റ്റെപ്പ്. ഓൺ പ്ലാന്റ് ഓർ ഔട്ട്സോഴ്സ്. വലിയ ഹോസ്പിറ്റലുകൾക്ക്, മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ ഹോസ്പിറ്റലുകൾക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പ്ലാന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്ലാന്റുകളിൽ ട്രീറ്റ് ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിൽ, ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിലും ചെറിയ സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ഏജൻസികൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുക, ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഔട്ട്സോഴ്സിങ് ഏജൻസികൾ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ 2 കേസിലാണെങ്കിലും ഇത് 24 hours കൂടുതൽ അതിന്റെ സോഴ്സിൽ നമ്മൾ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിനാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. Which is the major agency managing biomedical waste in Kerala? നമ്മൾ കേരളത്തില് ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത് ഇമേജ് CBWTF എന്ന് പറയുന്ന സ്ഥാപനമാണ്.
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇമേജിന്റെ ഫുൾ ഫോം അങ്ങനെയാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി, CBWTF. ഈ സംഘടനയാണ്, ഈ ഓർഗനൈസേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോസസിംഗ് ഏജൻസി. ഇതിന്റെ പ്ലാന്റ് നമ്മുടെ പ്രദേശത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ഞിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കഞ്ഞിക്കോട് ഒരു വളരെ വിശാലമായ ഒരു ക്യാമ്പസിനുള്ളിലുള്ള പ്ലാന്റ് ആണ്. അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ ആ പ്ലാന്റ്, അവിടെ വെച്ചാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ എല്ലാം ട്രീറ്റ്മെന്റ് നടത്തപ്പെടുന്നത്. വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. അവിടെ നടത്തുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്താൻ, അതിന്റെ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ, ഏതെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ബേണിംഗ്. കിട്ടുന്ന കത്തിക്കാൻ പറ്റിയ വസ്തുക്കളെല്ലാം കത്തിച്ച് ഒഴിവാക്കുന്നതിനാണ് നാം ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റിയ ആ വേസ്റ്റ് നമ്മൾ ഒരു പ്രത്യേക കണ്ടെയ്നറിലാണ് എടുക്കുക, അതിനെ ഇൻസിനറേറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു. രണ്ടാമത്താണ് ഓട്ടോക്ലേവിംഗ്. വലിയ രീതിയിൽ അണുബാധയുള്ള വസ്തുക്കളെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഒഴിവാക്കുന്നത്. മൂന്നാമത്താണ് ഹൈഡ്രോക്ലേവ്. ഹൈഡ്രോക്ലേവ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവിംഗുമായിട്ട് സാമ്യമുള്ള ഒരു പ്രോസസ്സാണ്. ഹൈഡ്രോക്ലേവില് ഉയർന്ന മർദ്ദത്തിലും അതുപോലെ ചൂടിലും ഈ വെള്ളത്തിന്റെ പ്രസൻസിൽ ഈ വേസ്റ്റിനെ നാം ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കി അണുനശീകരണം നടത്തിയ ആ വസ്തുക്കളെ ഹൈ ടെമ്പറേച്ചറിൽ തന്നെ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട്, ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, ഷ്രെഡുകളായിട്ട് നമ്മൾ വേർതിരിക്കുന്നു. അങ്ങനെ പൗഡർ ആക്കാനുള്ള, ഷ്രെഡ് ആക്കാനുള്ള യന്ത്ര സംവിധാനങ്ങൾ ഹൈഡ്രോക്ലേവിംഗ് മെഷീനുള്ളിൽ ഉണ്ടാവും. അപ്രകാരം ഹൈഡ്രോക്ലേവിംഗ് മെഷീനിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് പൊടി രൂപത്തിലോ പൗഡർ രൂപത്തിലോ അല്ലെങ്കിൽ ഷ്രെഡുകളായിട്ടോ ആയിരിക്കും പുറത്തേക്ക് വരിക. അടുത്ത വേറൊരു മെത്തേഡാണ് പ്ലാസ്മ പൈറോലൈസിസ്. പ്ലാസ്മ പൈറോലൈസിസ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡേൺ ടെക്നോളജിയാണ്. പ്ലാസ്റ്റിക്കിൽ നിന്നും സിന്തസിസ് ഗ്യാസ്, അഥവാ സിൻ ഗ്യാസ് എന്ന് പറയുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ കംപ്ലീറ്റ് പൗഡർ ഫോമിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അതാണ് പ്ലാസ്മ പൈറോലൈസിസ്. ദെൻ മൈക്രോവേവ് ഇറേഡിയേഷൻ. മൈക്രോവേവ്സ്, ആ തരംഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഡിഗ്രഡേഷൻ, ഈ മാലിന്യങ്ങളെ പൊടിയാക്കി മാറ്റാനോ അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിനാണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. കളർ കോഡ് ഫോർ സെഗ്രിഗേഷൻ. ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ സെഗ്രിഗേഷന്റെ കളർ കോഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഈ വേസ്റ്റുകൾ നാം കളക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വേണം സെഗ്രിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിൽ വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുന്ന ആ കണ്ടെയ്നേഴ്സും അതിന്റെ കളർ കോഡും എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചുവപ്പ് കളറിൽ, റെഡ് കളറിലെ കണ്ടെയ്നറിൽ നമ്മൾ കണ്ടാമിനേറ്റഡ് റീസൈക്കിളബിൾ വേസ്റ്റ്, അണുബാധയുള്ള എന്നാൽ നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റിയ വേസ്റ്റുകൾ. റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ നമുക്കറിയാം, വീണ്ടും നമുക്കതിനെ ഉപയോഗയോഗ്യമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള വേസ്റ്റുകളാണ്. അതിൽ ഉൾപ്പെടുന്ന ട്യൂബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിപ്പ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന IV സെറ്റുകൾ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ട്യൂബിങ്ങുകൾ, കതീറ്റേഴ്സ്, യൂറിൻ ട്രാക്റ്റിലേക്ക് ഇടുന്ന യൂറിൻ കതീറ്റേഴ്സ് പോലുള്ള കതീറ്ററുകൾ, ദെൻ യൂറിൻ ബാഗ്സ്, യൂറിൻ കളക്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ യൂറിൻ ബാഗുകൾ, സിറിഞ്ച്, ഗ്ലൗസ്, അങ്ങനെയുള്ള പ്ലാസ്റ്റിക്, റബ്ബർ വസ്തുക്കൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള റീസൈക്കിളബിൾ ആയിട്ടുള്ള നമുക്ക് വീണ്ടും അതിൽ നിന്ന് മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള വസ്തുക്കളാണ് റെഡ് കളറുള്ള കണ്ടെയ്നറിൽ നാം കളക്ട് ചെയ്യേണ്ടത്. രണ്ടാമത് യെല്ലോ കളറാണ്. ബോഡി പാർട്സ്, ഡ്രസ്സിങ്സ്, കെമിക്കൽസ്, മെഡിസിൻസ്, ക്ലിനിക്കൽ ലാബ് വേസ്റ്റ് എറ്റ്സെറ്ററ. കത്തിച്ച് കളയാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം കളക്ട് ചെയ്യുന്നത് യെല്ലോയാണ്. ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബേൺ ചെയ്ത് ഒഴിവാക്കാൻ, ഇനിയൊരു റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ആ വസ്തുക്കൾ എല്ലാം കളക്ട് ചെയ്യുന്നത് യെല്ലോ കണ്ടെയ്നറിലാണ്. ബോഡി പാർട്സ്, ശരീര അവശിഷ്ടങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകുന്ന
ഓപ്പറേഷൻ വഴിയോ അല്ലാതെ ഉണ്ടാകുന്ന ശരീര അവശിഷ്ടങ്ങൾ, നമ്മുടെ വൂണ്ടിന്റെയൊക്കെ ഡ്രസ്സിങ്സ്, അതിന്റെ കോട്ടൺ, ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപയോഗിച്ച ശേഷമുള്ള കെമിക്കൽസ്, അൺയൂസ്ഡ് ആൻഡ് എക്സ്പയർഡ് മെഡിസിൻസ്, ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ബേൺ ചെയ്ത് കളയാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ആ വസ്തുക്കളും ഈ യെല്ലോ കളറിലുള്ള കണ്ടെയ്നറിലാണ് നാം സൂക്ഷിക്കേണ്ടത്. ദെൻ ബ്ലൂ കളറിൽ ഓൾ ടൈപ്പ് ഓഫ് ഗ്ലാസ് വേസ്, എല്ലാ രീതിയിലുള്ള ആംബ്യൂൾസും ടെസ്റ്റ് ട്യൂബ്സും ഉൾപ്പെടുന്ന എല്ലാ രീതിയിലുള്ള ഗ്ലാസ് വേസും ബ്ലൂ കളർ ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് നാം കളക്ട് ചെയ്യുന്നത്. ദെൻ വൈറ്റ് കളർ, ഈ വെള്ള കളറിലുള്ള കണ്ടെയ്നർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഷാർപ്സ്, മൂർച്ചയുള്ള വസ്തുക്കൾ. ആ മൂർച്ചയുള്ള വസ്തുക്കൾ നമുക്കറിയാം, നീഡില്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, അതുപോലെ സിസേഴ്സ്, അങ്ങനെയുള്ള മൂർച്ചയുള്ള വസ്തുക്കളെ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിനാണ് നാം വൈറ്റ് കളറുള്ള കണ്ടെയ്നർ ഉപയോഗിക്കുക. ഈ രീതിയിലാണ് ബയോമെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.